Hey guys, welcome back to another video. Google Pixel 10 ലൈനപ്പിലെ 10, 10 Pro and 10 Pro എക്സലിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് മൂന്നും തമ്മിലുള്ള മേജർ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിം ഡിസൈൻ ആണ് വരുന്നത്. പ്രീവിയസ് 9 ലൈനപ്സിൻ്റെ സെയിം ഡിസൈൻ ആണ് വരുന്നത്. ഇപ്രാവശ്യം ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബേസ് ലൈനപ്പ്, അതായത് 10 മുതൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 6.3 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് ബേസ് ലൈനപ്പ് ആയിട്ടുള്ള 10 10 പ്രോയിലും കൊടുത്തിരിക്കുന്നതെങ്കിൽ എക്സലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് 10 Pro എക്സലിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബാറ്ററി, അതിൻ്റെ വലുപ്പം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 Pro 10 Pro എക്സലും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. അതർവൈസ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിരിക്കും 10 പ്രോയിലും 10 Pro എക്സലിലും. ആൻഡ് ഇത് മൂന്നും ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനിൽ അലുമിനിയം ഫ്രെയിം ആണ്. ആൻഡ് ബാക്ക് സൈഡിൽ ഫിംഗർ പ്രിന്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 10 നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള ബാക്ക് സൈഡ് ഗ്ലാസ് പാനലാണ്. ആൻഡ് ഇതിന്റെ സൈഡിൽ വരുന്ന ഫ്രെയിം പോളിഷ്ഡ് അല്ലാത്തുള്ള ഒരു പൗഡർ കോട്ടിംഗ് പോലുള്ള ഒരു ആന്റി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു നോർമൽ ഫ്രെയിം ആണ് അതിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ട്രിപ്പിൾ ക്യാമറയുടെ കൂടെ സെൻസർ 10 സീരീസിൽ ഉണ്ടാവത്തില്ല. ആൻഡ് 10 പ്രോയിലേക്ക് വരുമ്പോഴേക്കും സൈഡ് ഫ്രെയിംസ് വരുന്നത് പോളിഷ്ഡ് ആയിട്ടുള്ള മറ്റേ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ പതിയുന്ന തരത്തിലുള്ള ഒരു ഫ്രെയിം ആണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും ആന്റി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ബാക്ക് സൈഡ് പാനലാണ് 10 പ്രോയിലും പ്രോ എക്സലിലും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബാക്ക് സൈഡിൽ ട്രിപ്പിൾ ക്യാമറ വിത്ത് ഫ്ലാഷിന്റെ താഴത്ത് ഒരു സെൻസറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പ്രോയിലേക്ക് വരുമ്പോഴേക്കും, പ്രോ ആൻഡ് പ്രോ എക്സൽ. 10 വരുവാണെന്നുണ്ടെങ്കിൽ 60 to 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോ വേരിയന്റ് ആയിട്ടുള്ള 10 Pro ആൻഡ് 10 Pro എക്സലിൽ അത് 1 to 120 ഹെർട്സിലെ LTPO AMOLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 10 പ്രോയിലും 10 Pro എക്സലിലും വരുന്നത് 3300ന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിരുന്നത്. കുറച്ചുകൂടി ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ 10 Pro ആൻഡ് 10 Pro എക്സലിലായിരിക്കും. ആൻഡ് ഈ മൂന്ന് വേരിയന്റിലും പ്രൊട്ടക്ഷൻ വരുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. 10 Pro 10 Pro എക്സലിലെ ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPO പാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രോ സീരീസിലാണ്. 4 കളർ വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്. എക്സലില് 3 കളർ വേരിയന്റ് ആണ്. ബാറ്ററി വരുമ്പോഴത്തേക്കും ബേസ് മോഡൽ ആയിട്ടുള്ള 10 ബാറ്ററി വരുന്നത് 4970 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 30 വാട്ട്സിന്റെ USB Type-C ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 10 പ്രോയിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററി 4870 mAh ബാറ്ററി 30 വാട്ട്സിന്റെ USB Type-C ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 10 Pro എക്സലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിലെ ബാറ്ററി വരുന്നത് 5200 mAh ബിഗർ ബാറ്ററിയാണ് വിത്ത് 45 വാട്ട്സിന്റെ Type-C ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 3 വേരിയന്റിലും ഇത്തവണ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആപ്പിളിന്റെ മാക്സേഫ് പോലത്തെ ഒരു പരിപാടി, അതായത് പിക്സൽ സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാസ്റ്റ് ചാർജിങ് വയർലെസ് ചാർജിങ് സപ്പോർട്ട്, ഇത് മൂന്നിനും സപ്പോർട്ട് ചെയ്യും. ബേസ് വേരിയന്റ് ആയിട്ടുള്ള 10 പ്രോയിലും വരുന്നത് 15 വാട്ട്സിന്റെ പിക്സൽ സ്നാപ്പിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 10 Pro എക്സലിൽ 25 വാട്ട്സിന്റെ പിക്സൽ സ്നാപ്പിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഈ 3 വേരിയന്റിലും സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിൽറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ മൂന്നിനും സെയിം ആണ്. 3 വേരിയന്റും ബിൽറ്റ് ചെയ്തിരിക്കുന്ന അലുമിനിയം ബിൽറ്റ് ആണ്. P68 ഡെക്സ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിക്സലില് 3 വേരിയന്റും. 10 12GB റാം വരുന്നതെന്നുണ്ടെങ്കിൽ 10 Pro എക്സലിലും 10 പ്രോയിലും വരുന്നത് 16GB റാം ആണ്. ടെൻസർ G5ന്റെ ചിപ്സെറ്റ് ആണ് 10 Pro 10 Pro എക്സലില് 3 വേരിയന്റിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ടൈറ്റാൻ M2 സെക്യൂരിറ്റി പ്രോസസ്സർ ആണ് ഇതിൽ 3ലും കൊടുത്തിരിക്കുന്നത്. പ്രോ ലെവലിലായിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് വരുന്നത് പ്രോ എക്സലില് ഫോൾഡ് ഈ 3 വേരിയന്റിലായിരിക്കുന്നേ ഉള്ളൂ. 3 വേരിയന്റിലും ട്രിപ്പിൾ ക്യാമറ ആണ് ഇത്തവണ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 10 ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 48 MBയുടെ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 13 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 10.8 MBയുടെ ഒരു ടെലിഫോട്ടോ ക്യാമറ. ഇങ്ങനെയാണ് ഇതിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ബാക്കിൽ വരുന്നത്. 50 MBയുടെ വൈഡ് ആംഗിൾ ക്യാമറ, 48 MBയുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 48 MBയുടെ ടെലിഫോട്ടോ ക്യാമറ എന്നീ പ്രോ ലെവൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ് പ്രോയുടെയും പ്രോ എക്സലിന്റെയും ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പ്രോയിലും പ്രോ എക്സലിലും പ്രോറസ് സൂം അപ് ടു 100x വരെ നമുക്ക് പ്രോറസ് സൂം സപ്പോർട്ട് ചെയ്യും. വീഡിയോ സപ്പോർട്ട് വരുമ്പോഴത്തേക്കും 10 4K സപ്പോർട്ട് ചെയ്യും, 8K സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് പ്രോ വേരിയന്റിലായിട്ടുള്ള 10 Pro ആൻഡ് 10 Pro എക്സൽ വരുമ്പോഴത്തേക്കും 8K വീഡിയോ സപ്പോർട്ടിങ് വരുന്നുണ്ട്. ആൻഡ് പിക്സൽ 10ന്റെ ഫ്രണ്ട് ക്യാം വരുന്നത് 10.5 MBയുടെ ഫ്രണ്ട് ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 10 പ്രോയിൽ വരുന്ന ഫ്രണ്ട് ക്യാം 42 MBയുടെ ഡ്യുവൽ PD സെൽഫി ക്യാമറ വിത്ത് ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യും. സെയിം ഫ്രണ്ട് ക്യാം തന്നെയാണ് പ്രോയിലും പ്രോ എക്സലിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഗൂഗിൾ AI ഫീച്ചേഴ്സ്. ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സ് ഗൂഗിൾ പിക്സലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. AI ഫീച്ചേഴ്സിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് AI ഫീച്ചേഴ്സും കോമൺ എല്ലാ വേരിയന്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന AI ഫീച്ചേഴ്സ് തന്നെയാണ്. ജെമിനി ലൈവ്, ജെമിനി ആപ്സ്, പിക്സൽ സ്ക്രീൻഷോട്ട്, മാജിക് ക്യൂ, അത് സർക്കിൾ ടു സെർച്ച്, ലൈവ് ട്രാൻസ്ലേഷൻ, കോൾ അസിസ്റ്റ് പോലുള്ള ഓൾ AI ഫീച്ചേഴ്സ് എല്ലാം ഇതില് ഓൾ മോഡൽസിൽ സപ്പോർട്ട് ചെയ്യും. ഹൈറസ് വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രോയിലും പ്രോ എക്സലിലും ആണ്. സൂപ്പർ റെസ് സൂം, 20x സൂം സപ്പോർട്ടൊക്കെ ബേസ് ലൈനപ്പ് ആയിട്ടുള്ള പിക്സൽ 10 വരുന്നുണ്ട്. പിന്നെ ക്യാമറ കോച്ചും, ആഡ്മി, മാക്രോ ഫോക്കസ്, നൈറ്റ് ഷിഫ്റ്റ്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് മോഡ്, ഫേസ് അൺബ്ലെയർ, ഓട്ടോ അൺബ്ലെയർ, ഇങ്ങനെയുള്ള
കോമൺ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സ് എല്ലാം എല്ലാ വേരിയന്റിലും അവൈലബിൾ ആണ്. 10 10 Pro ആൻഡ് 10 Pro XL എല്ലാത്തിലും സെയിം ഫീച്ചേഴ്സ് ഉണ്ടാവും. അത്യാവശ്യം AI ഫീച്ചേഴ്സ് എല്ലാം കുത്തിനിറച്ചിട്ടുള്ള ഒരു ഫോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്ലസ് ക്യാമറയിൽ വ്യത്യാസം വന്നിട്ടുള്ളത് ഓൾ ബേസ് ലൈനപ്പ് തൊട്ട് ട്രിപ്പിൾ ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 48 MB ക്യാമറ പ്രോ ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ സ്നാപ്പ് പോലത്തെ ഒരു വയർലെസ് ചാർജിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വന്നത് ഞാൻ നോക്കിയിട്ട്. ഓഫ് ദ ബോക്സിൽ വരുന്നത് Android 16 ആണ് ഓൾ വേരിയൻറ്റ്. ഇതൊക്കെയാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഗൂഗിൾ പിക്സൽ 10, 10 Pro ആൻഡ് 10 Pro XL. ഗൂഗിൾ പിക്സൽ 10 ഒരു 79,999 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 Proയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 1,09,999 രൂപ സ്റ്റാർട്ട് ചെയ്യും. 1,24,999 10 Pro XL സ്റ്റാർട്ട് ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.